ഇന്നലത്തെ സംഭവങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടി ഒരുപാട് പേര് നമ്മളെ പേഴ്സണലായിട്ട് വിളിക്കുകയും മെസ്സേജ് ഒക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങളെ സ്നേഹത്തിന് സന്തോഷം. എന്റെ അടുത്ത് ചോദിച്ചു, കാക്ക അവന്റെ നമ്പരിങ് താ, നമ്മള് സംസാരിക്കുക അവന്റെ അടുത്ത്, അവന്റെ ആവശ്യം എന്താണ്, എന്താണ് അവന്റെ പ്രശ്നം, നമ്മൾ തീർത്തു കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ടൊക്കെ ഒരുപാട് പേര് എന്നെ വിളിച്ചു. ഞാൻ വിളിച്ചെടുത്ത് പറഞ്ഞില്ല കളെ നമ്പറിനും തരില്ല, ഞാൻ അതിന്റെ നിയമവഴിയായിട്ട് പോവേ ഉള്ളൂ. നമുക്ക് അതിന് സമയമില്ല, സമയം വേസ്റ്റ് ആക്കാനില്ല. ഞാൻ കാര്യം ഈ വിളിച്ചവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളെ സമയം വേസ്റ്റ് ആക്കുക, നമ്മുടെ ശ്രദ്ധ ഒന്ന് തിരിച്ചുവിടുക, കച്ചവടത്തിൽ നിന്നൊക്കെ മാറി ഇദ്ദേഹത്തിന്റെ പുറകെ കുറെ നാൾ നടക്കുക. അപ്പൊ അതൊക്കെയാണ് ഇദ്ദേഹത്തിനെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമാണിത്. ഇത് അദ്ദേഹത്തിന് വേണ്ടിയല്ല നമ്മളെ വിളിച്ചിരുന്നത്. പുള്ളി തന്നെ പറയുന്ന ആ വോയിസിലുണ്ട്, ഇറച്ചിക്കാരെന്ന് എല്ലാ ഇറച്ചിക്കാരും നോക്കി വെച്ചേക്കുകയാണെന്നും, പിന്നെ നമ്മളെ കാരണം അവർക്ക് ഇറച്ചി വിൽക്കാൻ വയ്യ, നമ്മൾ പോത്തിറച്ചിയും കാളയിറച്ചിയും തിരിച്ച് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നു, പിന്നെ കന്നാലിയെ മേടിക്കാൻ വയ്യ പറഞ്ഞു കൊടുക്കണമെന്ന് മാത്രമല്ല പറഞ്ഞത്. നിങ്ങൾ ഇത്രയും നല്ല സാധനം കൊണ്ടുവന്ന് പുണ്യം കിട്ടാനാടാ നീ ഇത് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. അവനത് ഞാൻ ചോദിച്ചിട്ടേ, ഞാൻ കന്നാലി ഇറങ്ങി വാങ്ങിക്കുന്നു, മാടിറങ്ങി വാങ്ങിക്കുന്നു, ആട് വാങ്ങിക്കുന്നു, പോത്ത് വാങ്ങിക്കുന്നു, എനിക്ക് കിട്ടുന്ന വിലയ്ക്ക് ഞാൻ വാങ്ങിക്കുന്നു, എനിക്ക് ഒക്കുന്ന വിലയ്ക്ക് ഞാൻ കൊടുക്കുന്നു. അത് എന്റെ ആവശ്യം, അത് നീ അറിയേണ്ട കാര്യമില്ല. പിന്നെ ആ വോയിസ് മൊത്തം നിങ്ങളെ കേൾപ്പിക്കാൻ പുള്ളി കാരണം പൂര തെറിവിളിയായിരുന്നു. ഞാനും വിളിച്ചില്ല, അതിന് അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് പൂര തെറിവിളി നടന്നത്. അപ്പൊ അത് മൊത്തം കേൾപ്പിക്കാൻ പറ്റൂല. പിന്നെ ഈ പുള്ളി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിനക്ക് ഞാൻ കേൾപ്പിച്ചു തരാം. അത് ഞാൻ കേൾപ്പിക്കുന്നത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല. കുറച്ച് ആൾക്കാർ ഇന്നലെ ആ വീഡിയോയുടെ അടിയിൽ വന്ന് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മള് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് തള്ളുന്നതാണ്, കേരളത്തിലെങ്കും അല്ലെങ്കിൽ ട്രിവാൻഡ്രം ജില്ലയ്ക്കകത്ത് വേറെ കച്ചവടക്കാരില്ലേ എന്ന്. അപ്പൊ ആ പറഞ്ഞ ആളിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഇദ്ദേഹം പറയുന്ന ഒന്ന് കുറച്ച് ഭാഗങ്ങൾ ഞാൻ കേൾപ്പിച്ചു തരാം. ഇത് ബാക്കിയുള്ളവർക്ക് ആർക്കും കച്ചവടം ചെയ്യാൻ പറ്റുന്നില്ല. ഫേസ്ബുക്കിൽ കുറെ ഉണ്ടാക്കിയിട്ട് ആർക്കും പോത്ത് വയ്ക്കാൻ കഴിയില്ല, ഇറച്ചി വയ്ക്കാൻ കഴിയില്ല. നോക്കി വെച്ചിരിക്കുകയെന്നാ ഞാൻ പറഞ്ഞ അപ്പൊ പുള്ളി പറഞ്ഞൊക്കെ കേട്ടല്ലോ. ഇറച്ചി കച്ചവടം ചെയ്യാൻ വയ്യ ആർക്കും, പോത്ത് കച്ചവടം ചെയ്യാൻ വയ്യ എന്നൊക്കെയാണ്. അപ്പൊ എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നറിയാനാണ് ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിച്ചത്. അപ്പോഴാണ് എന്റെ അടുത്തുള്ള മറുപടിക്കാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. എന്തുകൊണ്ട് പോത്ത് കച്ചവടം? ഞാൻ ചോദിക്കട്ടെ, എല്ലാ കടകളിലും പരസ്യം ചെയ്ത് തന്നെയാണ് എല്ലാവരും ജീവിക്കുന്നത്. ഞാൻ എന്റെ കടയുടെ പരസ്യം ചെയ്യുന്നു, അതിലിപ്പോ കുഴപ്പം തോന്നുന്നു. അത്രയും കോൺഫിഡന്റ് എനിക്ക് ഉള്ളത് കൊണ്ടാണ് ഞാൻ എന്റെ കടയുടെ പരസ്യം ചെയ്യുന്നത്. അവര് കച്ചവടം ഇല്ലാതിരിക്കുന്നത് അവൻ നല്ല പോത്ത് വാങ്ങിച്ചിറക്കട്ടെ, വാങ്ങിച്ചറുത്ത് നാട്ടുകാർക്ക് കൊടുക്കട്ടെ. അപ്പൊ ആൾക്കാർ ഒന്ന് ഇറച്ചിയാ അന്ന് കടയിൽ പോയാൽ നല്ല സാധനം കിട്ടും. അപ്പൊ ചോദിക്കും, കേരളത്തിൽ നല്ല സാധനം ഇറക്കണം, നല്ല പോത്ത് ഇറക്കണം, ഞാൻ മാത്രമാണെന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞു. ഒരുപാട് പേരാണ്, പക്ഷെ അവരാരും വീഡിയോ ചെയ്യുന്നില്ലായിരിക്കും. ഒരുപാട് പേര് നല്ല പോത്ത് ഇറക്കണവരുണ്ട്, ഒരുപാട് പേര് നല്ല അടിപൊളി പോത്ത് ഇറക്കുന്ന ഒരുപാട് പേരുണ്ട്. പോത്ത് മാത്രം ഇറക്കുന്ന എന്നെ പോലെ. അപ്പൊ അതുകൊണ്ട് ഇത് ഒരു പ്രശ്നത്തിന് വേണ്ടി ഒരു തുടക്കം കൊച്ചു പെരുന്നാള് കടയില് നമ്മുടെ കച്ചവടം കഴിഞ്ഞപ്പോഴേ ഒന്ന് രണ്ട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വലിയ പെരുന്നാളിന് ഷാൻ കട തുറക്കൂല എന്നുള്ളൊരു, ചെയ്യാൻ താമസിക്കൂല. അതായത് ഇതിന് മേലോട്ട് ശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ അല്ല, കട തുറക്കാതിരിക്കണമെങ്കിൽ ഷാന് മാത്രം കൊന്നിട്ട് കാര്യമില്ല, എന്നെയും കൂടെ കൊല്ലണം. കാരണം കട തുറക്കും, അത് ഷാൻ ഇല്ലെങ്കിലും കട മുമ്പോട്ട് തുറക്കും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പൊ കട തുറക്കാതിരിക്കാൻ കൊല്ലണമെങ്കിൽ നമ്മളെ ഫാമിലിയോടെ തട്ടിക്കളയണം. അപ്പൊ അതുകൊണ്ട് ഈ ഭീഷണിപ്പെടുത്തുന്നവരടുത്തും പിന്നെ ഈ കൊട്ടേഷൻസ് ഒക്കെ കൊടുക്കുന്നവരടുത്തൊക്കെ ഒന്നേ പറയാനുള്ളൂ, സമയം വേസ്റ്റ് ചെയ്യാനുള്ളതല്ല, സ്വന്തം കാര്യം നോക്കി ജീവിക്കണം. മറ്റുള്ളവന്റെ കഞ്ഞിയില് അവനവന്റെ കൈയിട്ട് തിന്ന് വല്ലവന്റെ അടുക്കളയിൽ പോയി നോക്കണം. എന്തിന്? അതാണ് സ്വന്തം കാര്യം നോക്കി ജീവിക്കണം. എന്തിന് മറ്റുള്ള കാര്യത്തിന് പോകണം? രണ്ടു കാലില്ലാത്ത ഒരു കാലില്ലാത്തവന്റെ പുറകെ ഓടിയിട്ട് വല്ല കാര്യമുണ്ട്? അവന്റെ സ്വന്തം കാര്യം നോക്കി നിനക്കൊക്കെ ജീവിച്ചാ പോരടാ, എന്തിനടാ ബാക്കിയുള്ളവരെ ഉപയോഗിക്കാൻ പറഞ്ഞത്? അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇനി ഞാൻ മുന്നുള്ള വീഡിയോയിലേക്ക് കൂടുതൽ വിശദമായിട്ട് കാര്യങ്ങൾ സംസാരിക്കാം. ഓവർ ടൈം നിങ്ങൾ പറയണം ഞാൻ എന്ത് വേണോ, നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ ചെയ്യും. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര്, അല്ല നമുക്കിപ്പോ വേറൊന്നുമല്ല, ഇപ്പൊ നമ്മള് സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. നമ്മള് നിയമം ഇപ്പൊ കയ്യിലെടുക്കണ്ട, നമുക്ക് നിയമ സംവിധാനമുണ്ട്. മുമ്പോട്ട് പോകാനാണ് തീരുമാനിച്ചേക്കണം. അപ്പൊ പുള്ളിയുടെ ആവശ്യം എന്താണെന്ന് പുള്ളി ആ പറയാനുള്ളവരോട് പറയട്ടെ. ഇത് ഇന്നലെ എന്റെ അടുത്ത് പറയുന്നത്, ഞാൻ പോയി ഡയറക്റ്റ് ചോദിച്ചാൽ ഇപ്പൊ തീരാവുന്ന പ്രശ്നമുള്ളെന്ന് പറഞ്ഞ് രാത്രിയൊന്നും ഉറങ്ങിയിട്ടില്ല. ഞാൻ പറഞ്ഞു വേണ്ട, ഈ കൊടുത്തവരുടെ അദ്ദേഹമല്ല നമ്മളുടെ ശത്രു എന്ന് പറയുന്നത്. നമ്മളുടെ ശത്രു ആരോ മറഞ്ഞിരിക്കുന്ന ഒരാളാണ്. അപ്പം ആ ഏൽപ്പിച്ചിരിക്കുന്ന ആളുടെ ദൗത്യം എന്ന് പറയുന്നത് നമ്മളെ കുറച്ചുനാൾ ഈ ബിസിനസ്സിൽ നിന്നൊന്ന് മാറ്റി നിർത്തുക, ഇദ്ദേഹത്തിന്റെ പുറകെ ഒന്ന്, ഷാന്റെ സ്വഭാവം അനുസരിച്ച് ഇദ്ദേഹം ആരാണെങ്കിലും കണ്ടുപിടിക്കുമെന്നും പോകുമെന്നും ഒക്കെ അറിയാം. അപ്പൊ നമ്മൾ അതിന് നിന്ന് നമുക്കിവിടെ വേണ്ടത് ഒരു 10-35-40 കിലോമീറ്ററിന്റെ 40 അല്ലല്ലേ, അതിന്റെ 50 കിലോമീറ്ററിന്റെ ദൂരമുണ്ട്. എന്നാലും അവന്റെ കച്ചവടം അല്ല എനിക്ക് പറഞ്ഞു. പിന്നെന്തിനാ അവൻ എന്നെ ചൊറിയേണ്ട കാര്യമില്ല. അപ്പൊ ചൊറിയാൻ പറഞ്ഞവരാരോ ഉണ്ട്, അവര് ചൊറിയണം. അവർ ഡയറക്റ്റ് ചൊറിയണമല്ല, ചൊറിയുമ്പോ ഞാൻ കാണിച്ചുതരാം ഞാൻ ആരാണ്. ഓക്കെ,
അത്രയേ ഉള്ളൂ. അപ്പൊ ഇനി വരുന്ന വിശേഷങ്ങളെല്ലാം ഞാൻ വീഡിയോയിൽ അറിയിക്കാം. അപ്പം ഞാൻ റീച്ചിന് വേണ്ടി തള്ളിമറിച്ചതല്ല എന്ന് കാണിക്കാനാണ് ആ ചെറിയൊരു ക്ലിപ്പ് ഇട്ടത്.